നമുക്കിന്ന് അടപ്രഥമൻ ഉണ്ടാക്കിയാലോ? പ്രഥമൻ ഉണ്ടാക്കാൻ ഇപ്പോഴും നല്ല ഡാർക്ക് കളറിലെ ശർക്കരയാണേ നല്ലത്. ഡാർക്ക് കളർ ശർക്കര ഇന്ന് കിട്ടിയിട്ടില്ല എനിക്ക്. നമ്മൾ അട വേവിച്ച് വെക്കുക, ചൗവരി വേവിച്ച് വെക്കുക, തേങ്ങാപ്പാൽ എടുത്ത് വെക്കുക, ശർക്കര ഉരുക്കി വെക്കുക, ഏലക്ക, ജീരകം, ചുക്കൊക്കെ പൊടിച്ച് വെക്കുക. ഇതിന് ശേഷം നമ്മൾ മിക്സിംഗ് ആണ് ചെയ്യുന്നത് കേട്ടോ. ആദ്യം തന്നെ പാത്രം ചൂടായി അതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് ശർക്കരപ്പാനി അരിച്ചൊഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക കേട്ടോ. ഈ സമയത്ത് 1 സ്പൂൺ നെയ്യ് വീതം ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് കുറുകി വന്ന ശർക്കരപ്പാനിയിലേക്ക് നമ്മൾ ചൗവരി വേവിച്ചതും അട വേവിച്ചതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് വറ്റിച്ചെടുക്കുക. അതിലേക്ക് നമ്മൾ ആദ്യം തന്നെ 3-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. 3-ാം പാൽ ഒഴിച്ചു കൊടുത്ത് ഒന്ന് കുറുകി വന്നതിന് ശേഷം നമ്മൾ 2-ാം പാൽ ഒഴിച്ചു കൊടുക്കുക. അതും കുറുകി വരുമ്പോഴത്തേനും നമ്മുടെ ഏലക്കാപ്പൊടിയും ചുക്കുപൊടിയും ജീരകപ്പൊടിയും ചേർക്കാം. ഒരു നുള്ളു ഉപ്പും ചേർക്കാം കേട്ടോ. അതിനുശേഷം വീണ്ടും 1 സ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് കുറുകി വരുമ്പം ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് നമ്മൾ 1-ാം പാൽ ഒഴിക്കുക. നമ്മൾ വറുത്തിടാൻ എടുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ നമ്മൾ നെയ്യിൽ വറുത്ത് ചേർക്കുക കേട്ടോ. ഇപ്പം നല്ല ഡാർക്ക് കളറുള്ള ശർക്കരയായിരുന്നെങ്കിൽ നമ്മുടെ പായസം നല്ല ഡാർക്ക് കളറിൽ ഇരുന്നേനെ. ഇതിപ്പോൾ ഈ ഒരു കളറേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ. തണുക്കുമ്പോൾ കുറച്ചുകൂടെ കുറുകി കിട്ടും.